ജയ് ഭീം. എനിക്ക് തോന്നുന്നു ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനിപ്പോൾ ഇന്ന് പരസ്പരം നമ്മളെല്ലാവരും നമ്മളുടെ സോഷ്യൽ മീഡിയ, നമുക്ക് ഇപ്പോൾ സപ്പോർട്ടായിട്ട് കൂടുതലും ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ സോഷ്യൽ മീഡിയയാണ്. ബാക്കിയുള്ള ചാനലുകൾ വാർത്ത വിടുന്നുണ്ട്, പക്ഷേ ആ വാർത്തയിലും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നന്നായി പോകുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ പ്രഷർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പരസ്പരം എല്ലാവരും നമ്മളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക. എഴുതാനും പറയാനും പറ്റുന്നവർ, വീഡിയോ ചെയ്ത് ഇടാൻ പറ്റുന്നവരുമൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ആയ കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് കൊടുക്കണം. കേരള പോലീസ് കണ്ടെത്തിയതിൽ കൂടുതൽ ഞാനും ദിനുവും നമ്മുടെ എല്ലാ സഹോദരങ്ങളും പോയിരുന്നു. ഫാക്ട് ഫൈൻഡിങ് ടീമായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇവൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല, മൊഴി കൊടുത്തതിൻ്റെ പകർപ്പ് ഞങ്ങൾ എടുത്തപ്പോൾ ആ പകർപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെ അവധി ദിവസമാണ് വിളിച്ചിരിക്കുന്നത്. അവധി ദിവസം അവിടെ വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങൾ സംസാരിച്ചു, എന്നിട്ട് പിന്നെ ഞങ്ങൾ മരണം വിളിച്ചു പറഞ്ഞു. ഈ 3 വാക്കിനകത്ത് യഥാർത്ഥ കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വളരെ നോർമലൈസ് ചെയ്താണ് പോയിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ഒരു രാഷ്ട്രീയം നിർമ്മിച്ചിരിക്കുകയാണ് ഇവർ. മറ്റൊന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം. സ്വാശ്രയ കോളേജ് എന്ന് പറയുന്നത് അനധികൃത ഭൂമിക്കകത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഈ കോളേജ്. അപ്പോൾ ഈ അനധികൃത ഭൂമി സണിച്ചാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു അധികാര രാഷ്ട്രീയത്തിൻ്റെ, ഗവൺമെൻറ് നല്ല വാക്കല്ല ഉപയോഗിക്കേണ്ടത്, അധികാര രാഷ്ട്രീയത്തിൻ്റെയും പണം എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജും സ്വാശ്രയ കോളേജുമാണ്. തീർച്ചയായും അവിടെ ഈ സ്വാശ്രയ കോളേജിനകത്തേക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതി കയറി വരുന്ന മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും വൾണറബിളായ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും, ഇവരുടെ ഓരോ വികസന നവോത്ഥാന യാത്ര എന്ന് പറഞ്ഞു വരുമ്പോഴും ഒക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ലക്ഷങ്ങളും കോടികളും സർക്കാരിന് കൊടുക്കുന്നുണ്ട്. സോ അവരാരെ പ്രൊട്ടക്റ്റ് ചെയ്യും? അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ സ്വാശ്രയ കോളേജുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. ഇനി ലോൺ ആപ്പുകൾ എന്ന് പറയുമ്പോൾ അത് തന്നെ ഇവിടെ ഒരു പലിശ സമ്പ്രദായത്തെ നിലനിർത്തുന്നതാണ്. ഈ പലിശ സമ്പ്രദായത്തിൽ തന്നെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടകയിൽ ചെന്ന് 2 സാധാരണ തൊഴിലാളികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദ സോഴ്സ് ഓഫ് ഇൻകം ഇവരെവിടെ നിന്നാണോ ഉള്ള ആ കറപ്റ്റഡ് മണി ഇവർ തൊട്ടിട്ടില്ല. അതായത് ഇവരുടെ അരുമ കുഞ്ഞുങ്ങളെ ഇടത്തും വലത്തും നിർത്തിയിട്ടുണ്ട്. സ്വാശ്രയ കോളേജ് എന്ന ഈ ഭൂമാഫിയയും ഇപ്പുറത്തെ ഈ മണി മാഫിയയും നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞ് മരിച്ചു എന്നുള്ളത് അവർക്ക് ഒരു വിഷയമേ അല്ല. അപ്പോൾ അത് വളരെ കൃത്യമായി നമ്മൾ പ്രഷർ ഗ്രൂപ്പായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടുന്ന് ഒരു നീതി ലഭിക്കുകയുള്ളൂ. ഈ കുട്ടിയുടെ മരണത്തെ നമുക്ക് തന്നെ അറിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു 1:38 ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് എന്നിവർ പറയുന്നു. ഈ 1:30 അതിനു മുമ്പ് ഇദ്ദേഹം ഇറങ്ങുന്നുണ്ട്. ഈ മൊമെൻറ്റ്, ആ ഭാഗം മിസ് ഔട്ടാണ്. അത് നമ്മൾ ആർക്കും അറിയില്ല. ആ സമയത്ത് അവിടെ എന്ത് നടന്നു എന്നുള്ളത് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ ആ ഗേറ്റിനപ്പുറം കടന്ന് നമുക്ക് പോകുവാൻ പറ്റുന്നില്ല. ഞാനൊരു പോയിൻ്റ് കൂടി പറയുന്നു. കെവിൻ്റെ നമ്മുടെ സഹോദരൻ, നമ്മിൽ നിന്ന് വിടവാങ്ങിപ്പോയ നമ്മുടെ സഹോദരൻ കെവിൻ വിടവാങ്ങിയപ്പോൾ, ഇവൻ പോയപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് ഓൾ ഓവർ ഇൻ കേരള നമ്മളെല്ലാവരും ശക്തമായി സമരമുഖത്തിലേക്ക് ഇറങ്ങുമെന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും വ്യാപാരി വ്യവസായ സംഘടനകൾ ഹർത്താലിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വ്യാപാരി വ്യവസായ സംഘടന ഞങ്ങൾ തുറക്കും, ഞങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓർമ്മയിലുണ്ടാകും അല്ലേ? ഇതേപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസും പിന്മാറുന്നു എന്ന് പറഞ്ഞു. അത് രണ്ടും തീരുമ്പം തന്നെ സമരം പൊളിയും. ആ സമരത്തെ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് കേവലം സോഷ്യൽ മീഡിയയും വാട്സപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ സംഘടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സംഘടിപ്പിച്ചാണ് നമ്മൾ പ്രക്ഷോഭം, അതായത് സമാധാനപൂർവമായ പ്രക്ഷോഭം ശക്തിപ്പെടുത്തിയത്. അതിനകത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനവും നമ്മുടെ മാൻ പവറും ഒപ്പം ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും അതിനകത്ത് ഘടകമായിരുന്നു. സോ വരുന്ന ഓരോരുത്തരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുവാൻ, നമ്മുടെ ആരുടെയും പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ കല്യാണമോ ഒന്നുമല്ല, ഞങ്ങളെ വിളിച്ചില്ല, ഇവിടെ ആര് വലുത് ആര് ചെറുത് എന്ന് നോക്കണ്ട. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിലും ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടത്താൻ പോകുന്ന ഹർത്താലിലും ഒരാളെ വീതം കൊണ്ടുവരിക, നമ്മളുടെ ബോധവൽക്കരണം നടത്തി ആളെ കൊണ്ടുവരിക. ശക്തമായ നമ്മുടെ ഭാഗത്തു നിന്ന് പ്രഷർ ഗ്രൂപ്പുകളായി നമ്മൾ മാറുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ പ്രതികളെ പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ.
കെവിൻ്റെ വിഷയത്തിൽ അച്ഛനെ ഒഴികെ ബാക്കി എല്ലാവരെയും നമുക്ക് അറസ്റ്റ് ചെയ്യിക്കുവാൻ സാധിച്ചത് അത്തരത്തിലുള്ള നമ്മുടെ കൃത്യമായ പ്രകടനം, നമ്മളുടെ പഴുതടച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യത്തിൽ നമ്മളാരും പിന്നോട്ടല്ല. ആൻഡ് ഫോർ ഓൾ ദാറ്റ് ഐ ഹാവ് എ വോയിസ് ടു അൺഡു ദ ഫോൾഡഡ് ലൈസ്. മറഞ്ഞിരിക്കുന്ന നുണക്കഥകൾ ഇല്ലാതാക്കുവാൻ എനിക്കാകെയുള്ളത് എൻ്റെ ശബ്ദം മാത്രമാണ്. നമുക്കാകെയുള്ളത് നമ്മുടെ ശബ്ദം മാത്രമാണ്. വി ഡോണ്ട് ഹാവ് എനി ചാനൽസ്. നമുക്ക് ചാനലില്ല. വി ഡോണ്ട് ഹാവ് എനി മാഗസിൻസ് ടു സപ്പോർട്ട് അസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുവാൻ നമുക്ക് മറ്റു മാഗസിൻ ഇല്ല. വി ഡോണ്ട് ഹാവ് എനിവൺ ടു ക്ലാപ്പ് ഫോർ അസ്. നമുക്ക് വേണ്ടി കൈയടിക്കുവാൻ ആരുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോരയുടെ ഗന്ധമുണ്ട് എന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും അതിശക്തമായി തന്നെ ഈ സമരമുഖത്തിൽ കടന്നു വരിക. സ്വാശ്രയ കോളേജിനകത്ത് നമുക്കിപ്പോഴും ഒരു ഹാബിറ്റാറ്റ് ഇല്ല എന്നത് തന്നെയാണ് പ്രത്യക്ഷമായ ജാതി. ഇത് നിധിൻ എന്ന വ്യക്തിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനെതിരെ ഉള്ള പോരാട്ടമല്ല, മറിച്ച് ഇന്ത്യയിലെ ജാതി ക്രൂരതയ്ക്കെതിരെ നമ്മൾ നടത്തുന്ന ശക്തമായ അജിറ്റേഷനാണ്. അജിറ്റേഷൻ, ഇറ്റ്സ് നോട്ട് എ പോരാട്ടം ബട്ട് അജിറ്റേഷൻ. താങ്ക് യു.